കടം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഈ കടത്തിനെക്കുറിച്ച് തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബിൽഡ് അസറ്റ്സ് നോട്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വശത്ത് ലയബിലിറ്റീസും ഉണ്ടാവാം, ഒരു വശത്ത് അസറ്റ്സും ഉണ്ടാവാം. ഈ ലയബിലിറ്റി നമ്മുടെ ഒരു സൈഡിൽ കിടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയവും നമ്മുടെ ചിന്തകൾ ഈ ലയബിലിറ്റി എങ്ങനെ തീർക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും. ലയബിലിറ്റിയുടെ പ്രഷർ നമുക്ക് എപ്പോഴും ഒരു സൈഡിൽ നിന്നുണ്ടാവും. അതേസമയം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പ്രഷറും എവിടെ നിന്നും ഉണ്ടാവില്ല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നമാണല്ലോ. നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ലയബിലിറ്റി തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഏറ്റവും ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള ഏറ്റവും പാടുപെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് ആളുകൾക്ക് പെട്ടെന്ന് ആർക്കും ഇത് ദഹിക്കാൻ പറ്റില്ല. ലയബിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിചാരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് ആ കടം തീർക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കടം തീർക്കണം, കടം തീർക്കണ്ട എന്നുള്ളതല്ല. കടം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഈ കടത്തിനെക്കുറിച്ച് തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കടം തീർത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത എവിടെയെങ്കിലും ഒരു കടം തുടങ്ങാം. എത്ര രൂപ നമുക്ക് കടം ഉണ്ടെങ്കിലും കിട്ടുന്ന വരുമാനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കണം. ഒന്ന് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ചെറിയൊരു എമൗണ്ട്, അതിൻ്റെ മൂന്നിലൊന്ന് എമൗണ്ട് നമുക്ക് കടം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മറ്റൊരു മൂന്നിലൊന്ന് എമൗണ്ട് നമ്മുടെ ഓൺ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കണം. അതായത് നമ്മുടെ സെൽഫ് കെയറിനും നമ്മുടെ ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് നല്ല വസ്ത്രം ധരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും നമ്മൾ ആ പണം ഉപയോഗിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് അസറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ അസറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആളുകൾക്ക് ഒരിക്കലും ആളുകളുടെ തലയിൽ കയറാത്തൊരു കാര്യമാണ്. അതായത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ചെറിയ എമൗണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു അസറ്റ് ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കുപ്പിക്കകത്ത് കുറച്ച് പൈസ ഇട്ട് വെക്കുന്ന പോലെ എപ്പോഴും നമ്മളൊരു ചെറിയ എമൗണ്ട് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് വെക്കണം. എവിടെയെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്ത് വെക്കുക, എത്രയെങ്കിലും ഒരു സാധനം. അതെന്താണെന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഒരു ലൈറ്റ് ഹൗസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫോക്കസ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ പോകും. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടിയും ആ ഒരു അസറ്റിലേക്ക് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലയബിലിറ്റി അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊക്കോളും. പക്ഷേ ഈ ഒരു സാധനമായിരിക്കണം നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് കൂടുതൽ ഈ വെൽത്ത് ബിൽഡിങ്ങിലേക്ക് മാറാൻ തുടങ്ങും. ഇത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് ആരും ഫോളോ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ കടം തീർക്കാൻ അങ്ങോട്ട് പോകും. അത് ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോഴും അതിനകത്ത് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ വെച്ചിട്ട് ഒരു ചെറിയ എമൗണ്ട് എങ്കിലും വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കും. ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. SIPയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് FD ആയിട്ടിടാം. എങ്ങനെയെങ്കിലും ഒരു ചെറിയ എമൗണ്ട് പറ്റുന്ന ഒരു എമൗണ്ട്, അതിപ്പോൾ 10,000 മുതൽ എത്ര വേണമെങ്കിലും നമുക്കിടാം. ആ ഒരു എമൗണ്ട് ഇട്ടിട്ട് അതിനെ പതുക്കെ ഓരോ മാസവും ചെറുതായിട്ട് ആഡ് ചെയ്യാൻ നോക്കണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു വെൽത്ത് കോൺഷ്യസ് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹാർഡസ്റ്റ് പാർട്ട്. ഞാൻ സംസാരിച്ച എത്രയോ പേര് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ പുഷ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു 1-2 മാസം അങ്ങനെ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഈ മാസം എക്സ്ട്രാ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് എനിക്ക് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റും. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതലും ഈ ലയബിലിറ്റീനേക്കാൾ കൂടുതൽ നമ്മുടെ ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ബ്രെയിൻ പതുക്കെ വെൽത്ത് ക്രിയേഷനിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ പോകും എന്നുള്ളതാണ്. നമ്പർ 2 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പണം നിങ്ങൾക്ക് വേറെ എന്തിനും ഉപയോഗിക്കാനല്ല. പക്ഷേ അങ്ങനെ ഒരു വെൽത്ത് നമുക്കുണ്ട്, നമ്മൾ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയ ഒരു അക്കൗണ്ടിനകത്ത് നിങ്ങൾ കുറച്ച് പണം വിടുക. അത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പണമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ഒരു ഓൺ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ഒരു സീക്രട്ട് അക്കൗണ്ടിലേക്ക് ആ പൈസ ഇടും. ഇത് ആരും അറിയുകയും ചെയ്യേണ്ട ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെന്നുള്ളത്. ഇത് എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പണത്തെക്കുറിച്ച് നമുക്ക് ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്കും ഈ എമൗണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ കൊള്ളാലോ, നമുക്ക് ഇത്ര എമൗണ്ട് ഉണ്ടല്ലോ. അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് തരുന്ന ഒരു പവറും അത് തരുന്ന ഒരു കോൺഷ്യസ്നെസ്സും അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങളുടെ ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ അക്കൗണ്ട് നിങ്ങൾ തുടങ്ങി വയ്ക്കുക. നിങ്ങൾക്ക് എത്ര ലൈബിലിറ്റി ഉണ്ടായിക്കോട്ടെ, എത്ര കാര്യം ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നോട്ടെ. പക്ഷേ ഒരു മാസം നിങ്ങളുടെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു ചെറിയ എമൗണ്ടെങ്കിലും ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇടുവയ്ക്കുക. ആ അക്കൗണ്ട് ചെറുതായിട്ട് വളരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്രെയിൻ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എട്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളെന്തെങ്കിലും പണം ചിലവാക്കുകയാണല്ലോ, അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ, പെട്രോളിന് വില കൂടുകയാണല്ലോ, ഭക്ഷണ സാധനങ്ങൾക്കും നമ്മുടെ മറ്റ് ജീവിത ചെലവുകളൊക്കെ കൂടുകയാണല്ലോ, വാടക കൂടുകയാണല്ലോ, ഇത് നമ്മളറിയാതെ നമ്മൾ എത്രയോ തവണ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ആളുകളോട് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ചില ആളുകളിങ്ങനെ
നമ്മളോട് പറയില്ലേ, ഓ പണ്ടത്തെ പോലെയൊന്നുമല്ല, കഴിഞ്ഞ 5 വർഷത്തേക്ക് ജീവിത ചെലവ് എന്തോരം കൂടി, മീൻ എന്താ വില കൂടി, മീറ്റിന് എന്ത് വില കൂടി, ഇപ്പോൾ ഹോട്ടലിലൊന്നും നമുക്ക് ഫാമിലിയായിട്ട് കയറാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടോ? ഈ ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ വർഷവും ഉണ്ടാവും. നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റേതായ ചിലപ്പോൾ ടാക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവാം, പെട്രോളിന് വില കൂടാം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് അത്ര കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ നമ്മളെ ലിമിറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഇത്രയുമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് എന്ന് നമ്മുടെ ബ്രെയിൻ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. അതേസമയം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ വലിയ രീതിയിൽ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന ആളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ബോധർ ചെയ്യാനുള്ള സമയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു പ്രീമിയം വാഹനം വാങ്ങിച്ചിട്ട് ആരെങ്കിലും അയ്യോ പെട്രോൾ വില കൂടി എന്ന് പറഞ്ഞ് കരയില്ല. കാരണം അവർക്കറിയാം ഇപ്പം BMW വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് സർവീസ് കോസ്റ്റ് എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാവുന്ന എത്ര ഉണ്ടാവും എന്ന് അവർക്കറിയാം. അതിലൊന്നും അല്ല അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക, പണം അബുണ്ടൻ്റ് ആണ്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് അബുണ്ടൻ്റ് ആണ്, നമ്മൾ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കൂടുതൽ പണം വേണം. നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്നുകിൽ നമുക്ക് വിചാരിക്കും, ചില ആളുകളുണ്ട് ഇപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്, ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്, എനിക്ക് പണം അധികം ചിലവഴിക്കണം എന്നിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ആസ്വദിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഇത്തരം അസോസിയേറ്റ്സ്, അതായത് ഈ പണത്തെക്കുറിച്ച് എപ്പോഴും ഇല്ലായ്മ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുമായിട്ട് നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അത് സംസാരിക്കുകയോ പോകാതെ പതുക്കെ അവരെ നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് ഇത്തരക്കാർ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മൾ പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നതൊക്കെ ഇതിങ്ങനെ അബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോഡി ഇതെല്ലാം എടുക്കും. നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളത് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭാഷണങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തുക, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആന്തരിക സംഭാഷണത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. മറ്റൊന്ന് എന്ന് പറയുന്നത് മറ്റാളുകൾ അത് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, അവരുമായിട്ട് നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു അബണ്ടൻസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അബണ്ടൻസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അബണ്ടൻ്റ് ആയിട്ട് കാണുക. നമുക്ക് സൂപ്പർ പ്രൊഡക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കംഫർട്ട് കിട്ടിയാലാണ് നമുക്ക് പ്രൊഡക്റ്റീവ് ആവാനും ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് കൊടുക്കാനും ആ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അല്ലേ? നമുക്കിപ്പോൾ നല്ലൊരു കംഫർട്ട് തരുന്നൊരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. സാധാരണ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ട് നമുക്ക് വേർത്ത് കുളിച്ച് നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി കാര്യം സാധിച്ചിട്ട് വരാനെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് അത്രയ്ക്കുമേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന റിസൾട്ടും അത്രയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ച് നമ്മൾ പരാതി പറയരുത്. ഇതിങ്ങനെയാണ് ഈ ലോകം. അപ്പം നമ്മളതനുസരിച്ച് പണം കൂടുതൽ ഉണ്ടാക്കാനുള്ള വഴികൾ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് പണം എത്തിക്കോളും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുമെന്നുള്ളതാണ്. ഈ ഒരു പാർട്ടും ഇതേപോലെ തന്നെ ആളുകളെ നമുക്ക് വളരെയധികം പാടാണ് ആളുകളുമായിട്ട് ഇത് കൺവിൻസ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ബൈ ഡിഫോൾട്ടായിട്ട് നമുക്കിങ്ങനെ പണത്തെക്കുറിച്ച് ഒരു കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ബിലീഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്കുണ്ട് എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗീവ് വാല്യൂ ടു ഗെറ്റ് വാല്യൂ എന്നുള്ളതാണ്. അതായത് ഗീവ് വാല്യൂ ടു ഗെറ്റ് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രീമിയം ലെവൽ സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു റെഡ് കാർപ്പറ്റ് സ്വീകരണം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പണം കൊടുക്കണം, അല്ലേ? നമ്മൾ പണം കൊടുക്കാതെ നമുക്കൊരു കാരണവശാലും, നമുക്കറിയാം നമ്മുടെ ലോകം അങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ പണം കൊടുക്കാതെ നമ്മളൊരു സ്ഥലത്ത് നല്ലൊരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് നല്ല വാല്യൂ കിട്ടണം, പക്ഷേ നമ്മൾ പണം മുടക്കാൻ തയ്യാറല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഇംബാലൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത് വെറുതെ പണം കളയുക എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പണം മുടക്കേണ്ടി വരുമെന്നുള്ളതും, നല്ല സർവീസ് കിട്ടാനും നല്ല ആളുകളുമായിട്ട് ബന്ധപ്പെടാനും നല്ല യാത്രകൾ ചെയ്യാനും നല്ല രീതിയിൽ താമസിക്കാനും നല്ല രീതിയിൽ സഞ്ചരിക്കാനും ഇതിനൊക്കെ നമ്മൾ പണം മുടക്കിയാൽ മാത്രമാണ് നമുക്ക് ആ പണം തിരിച്ച് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സൗകര്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടും നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ വാല്യൂ, ആ പൈസ മുടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് നമ്മൾ വിചാരിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ചൂടത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാനിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തൊരു ചൂടാണ് കാലാവസ്ഥനെ കുറ്റം പറഞ്ഞ് നമുക്കിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ ഓൺ ആക്കുക, നമ്മൾ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുക, എന്നിട്ട് ആ കറണ്ട് ബില്ല് നമ്മളങ്ങ് പേ ചെയ്യാൻ റെഡി ആവുക. ഒരു ദിവസം സുഖമായിട്ടൊരു രാത്രിയിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് പിറ്റേ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. തലേദിവസം നമ്മൾ AC ഇടാതെ ചൂടത്ത് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നിട്ട് പോയിരുന്ന് പറയണോ ഭയങ്കര ചൂടായിരുന്നു, AC ഒന്നും ഇടാൻ പറ്റുമോ, എന്തൊരു കറണ്ട് ചാർജാണ്, അതുകൊണ്ട്
കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ രാത്രി എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പീക്ക് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ വാല്യൂ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പണം കൊടുക്കാൻ തയ്യാറാണ് അവർക്ക് നല്ല വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ടോണി റോബിൻസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്കിതിനകത്തുനിന്ന് ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് വരും. അതായത് നല്ല ചിന്തകൾ വരും. ആ ചിന്തകളിൽ നിന്നും നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ വരും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടിയിട്ട് വളരെ തിരക്കുള്ള ഒരു കഫറ്റേരിയയിൽ നമ്മൾ പോയിരിക്കുകയെന്ന് വിചാരിക്കും. $2 ഒരു ചായ വാങ്ങിച്ചിട്ട് നമ്മൾ ആ കഫറ്റേരിയയിൽ വളരെ ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുക. നമ്മളിങ്ങനെ ലാപ്ടോപ്പൊക്കെ നോക്കി നമുക്ക് കുറച്ച് ചിന്തകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം പോയിരിക്കുകയെന്ന് ഇരിക്കുക. ആ തിരക്കുള്ള കഫറ്റേരിയയിൽ നമ്മളൊരു $2 ചായയും കുടിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു സെനാരിയോ. നമുക്ക് ചിലപ്പം ചിന്തകൾ വരാം, ചിന്തകൾ വരാതിരിക്കാം. അതേസമയം ഒരുപക്ഷെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോവുകയാണ്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും വാലെ പാർക്കിംഗ് ഉണ്ട്. നമ്മളവിടെ വണ്ടി ഇടുന്നു, കീ അവിടെ കൊടുക്കുന്നു, അവർ വണ്ടി കൊണ്ട് പോകുന്നു. വളരെ എലഗൻ്റായിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ ലോഞ്ചിൽ നമ്മളിരിക്കുന്നു, കോഫി ഓർഡർ ചെയ്യുന്നു. കുറച്ച് സമയം ഒരു ആംബിയൻസ് നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ആംബിയൻസിൽ നമ്മൾ ഇരിക്കുകയാണ്. ആ കോഫി ചിലപ്പോൾ $25 ചിലപ്പോൾ ആകുമായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റാർബക്സ് ഒക്കെയാണ്, ചിലപ്പോൾ ഒരു $20-25 ആകുമായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ലൊരു തോട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടാം, നല്ലൊരു ഇൻസ്പയർഡ് ആക്ഷൻ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മുടെ ആംബിയൻസ് എപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതേസമയം ഈ തിരക്ക് പിടിച്ച് നമ്മൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്ത് നമ്മൾ വെയിലത്തോടെ നടന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് $2 ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അബണ്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിന് നമുക്ക് വളരെ കംഫർട്ട് കൊടുക്കാനുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ അഗൈൻ പറയുന്നത് വെറുതെ പണം അനാവശ്യമായിട്ട് ചിലവഴിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ $25 ഒരു കോഫി കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വരുന്ന ചിന്തകളിൽ നിന്ന് ചിലപ്പോൾ $250-100 ഇൻകം ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഡിറ്റാച്ച് ഫ്രം ദ ഔട്ട്കം. ഒരു ഇന്ന എമൗണ്ട് വേണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അതിന് നമ്മൾ അറ്റാച്ച്ഡ് ആണ്. പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് നമ്മൾ വരാതിരിക്കുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് പ്രശ്നം തുടങ്ങും. അതായത് നമ്മൾ പ്രതീക്ഷിച്ചത് വന്നില്ലല്ലോ, നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീവയറിങ് മെഡിറ്റേഷനൊക്കെ ചെയ്തു, പക്ഷേ പണം നമ്മളിലേക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നാൽ എഗെയിൻ നമ്മുടെ ബ്രെയിൻ വർക്കാവുന്നത് എന്ന് പറയുന്നത് ഇല്ലായ്മയിലേക്കാണ് പതുക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ തിരിച്ചറിയണം. ഇത് പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില പ്രതീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്കൊരു പോസിറ്റീവ് സൈൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും, പതുക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഇതൊക്കെ വർക്കാവോ, നടക്കുമോ, അല്ലെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. അങ്ങനെ ഒരു തോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഔട്ട്കമിൽ നിന്ന് ഈക്വലായിട്ട് നമ്മളങ്ങ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഈ ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിനപ്പുറത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. അത് വളരെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത്ര എമൗണ്ട് വേണം ആഗ്രഹിച്ചു, പക്ഷേ അത് ചിലപ്പം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും നെഗറ്റീവ് ആവുന്നതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ട, ഓക്കെ അങ്ങനെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിൻ്റെ പിന്നിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അതങ്ങ് പതുക്കെ അൺകവർ ചെയ്യട്ടെ, അത് പതുക്കെ അതങ്ങ് റിവീൽ ആവട്ടെ എന്ന് നമ്മുടെ ബ്രെയിനൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നാണ് ചിന്തിച്ച് തുടങ്ങുന്നത്. അതായത് ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, എന്താണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് ചിന്തിച്ച് തുടങ്ങും. അല്ലാതെ നമ്മൾ നിരാശരാവുന്നതിന് പകരം നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടി ചിന്തിച്ച് തുടങ്ങും. 12ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വേർഡ്സ് ഷേപ്പ് റിയാലിറ്റി. അതായത് നമ്മുടെ വാക്കുകൾ ആണ് റിയാലിറ്റി സൃഷ്ടിക്കുന്നത്. അത് നമ്മുടെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുണ്ട്. ആന്തരിക സംഭാഷണത്തെക്കുറിച്ചും നമ്മുടെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നമുക്ക് പണം കിട്ടില്ല, അല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടാണ്, ടൈറ്റാണ് എന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മൾ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മളിലേക്ക് എപ്പോഴും പണം വന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാവുക. അത് നമ്മുടെ സംസാരത്തിനും വരാൻ പാടില്ല, നമ്മുടെ ആന്തരിക സംഭാഷണത്തിനും വരാൻ പാടില്ല. ഇത് വരാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്.